ഏറ്റവും ഈസിയസ്റ്റ് വേ ക്രിപ്റ്റോയിൽ കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ കറണ്ട് പ്രസിഡന്റ് നോക്കാം, നമ്മുടെ കറണ്ട് പ്രോ ക്രിപ്റ്റോ പ്രസിഡന്റ് ആളിപ്പോ എന്താ ചെയ്യണമെന്ന് നമ്മൾ നോക്കാം. ആളുടെ മകൻ എറിക് ട്രംപ് അയാൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ നോക്കാം. മീൻസ് അയാൾക്ക് ഒരു കമ്പനി ഉണ്ട്, അത് ട്രംപിന്റെ കമ്പനിയാണ്, അതിപ്പോ മകൻ നടത്തുന്നത്. ഈ കമ്പനിയിൽ എന്തൊക്കെ നടക്കണമെന്ന് നോക്കാം. മീൻസ് ട്രംപിന്റെ മകൻ എന്തൊക്കെ വാങ്ങി വെക്കുന്നു, എന്തൊക്കെ ക്രിപ്റ്റോ കറൻസി വാങ്ങി വെക്കുന്നു നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളോട് വാങ്ങാൻ പറയുന്നില്ല, നിരീക്ഷിക്കുക. ഒന്നൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ന്യൂസ് വായിക്കുക, കറണ്ട് ന്യൂസിൽ എന്താ നടക്കണമെന്ന്. ഇപ്പൊ ട്രംപ് സ്ട്രാറ്റജിക് റിസർവ് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്, മീൻസ് ക്രിപ്റ്റോയിൽ. ആള് പറയുന്നത് ബിറ്റ്കോയിൻ മാത്രമല്ല, ഇനി ബാക്കി കുറച്ച് ആൾക്കോയിനും കൂടി ഇൻക്ലൂഡ് ചെയ്യണം സ്ട്രാറ്റജിക് റിസർവ് എന്നാണ് ട്രംപ് പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ, എതേറിയം, സൊളാനോ, XRP, കാർഡാനോ എന്നിവ കോയിനുകളാണ് ട്രംപ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ട്രംപിന് നേരത്തെ തന്നെ വാങ്ങി വയ്ക്കാം. ഏത് കാർഡാനോ, റിപ്പിള്, ഈ പ്രൊജക്റ്റുകളൊക്കെ നേരത്തെ തന്നെ വാങ്ങി വയ്ക്കാം. അതാളുടെ മകനായിരിക്കും മിക്കവാറും വാങ്ങാം, അറിയില്ല. അപ്പൊ നിങ്ങൾ നിരീക്ഷിക്കുക ആളുടെ കമ്പനികൾ ഏതൊക്കെയാണ്. മീൻസ് ആൾ ക്രിപ്റ്റോ അങ്ങനെ കമ്പനികൾ, ആളുടെ മകന്റെ കമ്പനിയൊക്കെ നിരീക്ഷിക്കുക. അപ്പൊ അയാളുടെ മകന്റെ കമ്പനിയൊക്കെ ഈ റിലേറ്റഡ് ക്രിപ്റ്റോ കറൻസി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മീൻസ് മാർക്കറ്റ് എങ്ങനെയാ പോവാന്ന്, മുകളിലേക്ക് പോവാന്ന്. ഇപ്പൊ ട്രംപ് സ്ട്രാറ്റജിക് റിസർവ് കൊണ്ടുവരാൻ പോകണം. പക്ഷെ അത് ബിറ്റ്കോയിന് മാത്രമല്ല, ബിറ്റ്കോയിന് മാത്രമാണെന്നാണ് പണ്ട് പറഞ്ഞത്. അത് ആള് വാക്ക് മാറ്റി. ഇപ്പൊ എല്ലാതരം ക്രിപ്റ്റോ കറൻസിയും ആള് പറയുന്നുണ്ട്. എല്ലാതരമല്ല, ഒരു 3-4 ക്രിപ്റ്റോ കറൻസി. അതിന് യൂട്ടിലിറ്റി ഒന്നുമില്ല. ആകെ യൂട്ടിലിറ്റി ഏതിനാണ്? XRPക്ക് യൂട്ടിലിറ്റി ഉണ്ട്, കാർഡാനോ ഇതുവരെ യൂട്ടിലിറ്റി ഇല്ല. ഇനി യൂട്ടിലിറ്റി വരാം എന്ന് പറയുന്നത്, വരാം അറിയില്ല. ഒരു മേജർ യൂട്ടിലിറ്റി അതിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു DeFi ആപ്ലിക്കേഷൻ ഒന്നും കാർഡാനോ മുകളിൽ വന്നിട്ടില്ല. മനസ്സിലായോ? സൊളാനോ ഒരു ഗാംബ്ലിംഗ് ഹബ് ആണെന്ന് പറയാം. ഒരു ഗാംബ്ലിംഗ് ഹബ്, ഇത്രേ ഉള്ളൂ. എപ്പോഴാണെങ്കിലും അത് അതിന്റെ എയർ പോവാം. പിന്നെ ഒരു ചെറിയൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു പ്രൊജക്റ്റ് ആയി മാറാം. അത് ശ്രദ്ധിക്കണം. സൊളാനോയുടെ കാര്യത്തിൽ ഒരു യൂട്ടിലിറ്റി ഇല്ലാത്തൊരു പ്രൊജക്റ്റ് ആണ്. മനസ്സിലായോ? പിന്നെ വരുന്ന എതേറിയത്തിന്റെ കാര്യം നോക്കണ്ട. അത് ഭയങ്കര ഗ്യാസ് ഫീസ് ഒക്കെ ആണെങ്കിലും ശരി, അതിന്റെ ഉള്ളിൽ കുറെ ട്രാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. മനസ്സിലായോ? പിന്നെ ബിറ്റ്കോയിൻ എനിക്കറിയില്ല, ഇനി ഓരോ വ്യക്തിനനുസരിച്ചിരിക്കും എന്റെ യൂട്ടിലിറ്റി. എനിക്ക് സംബന്ധിച്ച് ബിറ്റ്കോയിൻ എത്ര യൂട്ടിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ. കാരണം വെച്ചാൽ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് കൂടുതൽ കാശിന് ബിറ്റ്കോയിൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ബിറ്റ്കോയിന്റെ വില. ബിറ്റ്കോയിൻ ഒരു അടിസ്ഥാന വരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യണില്ല. മനസ്സിലായോ? ബാക്കി പ്രൊജക്റ്റുകൾക്ക് പിന്നെയും വില കൂടുതലായിരിക്കും ബിറ്റ്കോയിനെ കാട്ടി. മീൻസ് അതിന് ജനറേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അനുസരിച്ച്. മീൻസ് അതിൻ്റെ ഉള്ളിൽ പ്രൊജക്റ്റുകൾ വരാൻ, പ്രൊജക്റ്റുകൾ അവരുടെ കമ്മ്യൂണിറ്റി സെർവ് ചെയ്യും, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാശ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അത് ഞാൻ ബിറ്റ്കോയിനിൽ കാണുന്നില്ല. അപ്പൊ ഇപ്പൊ ട്രംപ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ക്രിപ്റ്റോ കറൻസി സ്ട്രാറ്റജിക് റിസർവ് ആക്കി മാറ്റാൻ പോകുന്നു പറയുന്നു. ഇത് പറഞ്ഞപ്പോ തന്നെ പല വിരോധങ്ങളും വന്നിരുന്നു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ, ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ. ചിലവര് പറഞ്ഞു, ചിലവർക്ക് തന്നെ മിങ്കിൾ ബോസ് ബ്രദേഴ്സ് ഒക്കെ പറഞ്ഞു ബിറ്റ്കോയിൻ മാത്രം മതി, എന്തിനാണ് മറ്റുള്ള ക്രിപ്റ്റോ പ്രൊജക്ട്സ് ഒക്കെ വെക്കുന്നത്, അതല്ലല്ലോ നമ്മൾ പറഞ്ഞു വെച്ചേക്കണം എന്നൊക്കെ. മനസ്സിലായോ? അവർക്ക് വിരോധമുണ്ട്. മീൻസ് ബിറ്റ്കോയിൻ ആണ് റിസർവ് പൊസിഷന് കൊള്ളാനുള്ള ഒരു കോയിനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്കറിയില്ല, അത് അവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജിയുടെ ഹെഡ് മൈക്കിൾ സെയ്ലർ അങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷെ മൈക്കിൾ സെയ്ലർ ഇപ്പൊ വാക്ക് മാറ്റി. അങ്ങനെയായിരുന്നു ആള് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്കോയിൻ കൊണ്ടു നടക്കാം, അതുപോലെ ആൾ കോയിൻസും കൊണ്ടു നടക്കാം. മീൻസ് ലിബറലൈസേഷൻ കൊണ്ടുവന്നാൽ മതി ഡിജിറ്റൽ കറൻസിയിൽ. അങ്ങനെയാണ് ആൾക്ക് വിശ്വസിക്കുന്നത്. ആള് വാക്ക് മാറ്റി. മനസ്സിലായത്? പിന്നെ വേറെ കുറെ ആൾക്കാർ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വേറെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിറ്റ്കോയിൻ റിസർവ് ഒക്കെ വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം? ചില എക്കണോമിസ്റ്റുകളും എക്സ്പേർട്ടുകൾ പറയുന്നത് ഈ ബിറ്റ്കോയിൻ വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം, അതിനൊരു യൂട്ടിലിറ്റി ഇല്ല. മീൻസ് നമ്മൾ ആരെ കാശ് വെച്ചിട്ടാണ് ഇത് വീർപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം. ഒരു കാര്യം കൂടി ഉണ്ട്, ആരെ കാശ് വെച്ചിട്ടുള്ള വീർപ്പിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി US എത്ര ഉണ്ട്, 2 ലക്ഷം നമ്മുടെ ബിറ്റ്കോയിൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇത് അക്കൗണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ റിസർവ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു, വലിയ മാറ്റമൊന്നും ഇല്ല പ്രൈസിന്. അല്ലെങ്കിൽ ടാക്സ് പെയറിന്റെ കാശ് എടുത്തിട്ട് വാങ്ങേണ്ടി വരും. മനസ്സിലായി? അത് ഒരു മണ്ടത്തരം കൂടിയാണെന്ന് കുറെ എക്കണോമിസ്റ്റുകളും പറയുന്നുണ്ട്, എക്സ്പേർട്ടുകളൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിറ്റ്കോയിൻ വാങ്ങുമ്പോൾ ടാക്സ് പെയറിന്റെ കാശ് വെച്ച് വാങ്ങുമ്പോൾ അതിന് വില കൂടും, എപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ അതിൽ തന്നെ എടുത്തിട്ട് നമ്മൾ ഡെപ്റ്റ് അടയ്ക്കുന്നത് ഒരു പൊട്ടത്തരല്ലേന്ന് ചോദിക്കുന്നുണ്ട് കുറെ പേര്. മനസ്സിലായി? അപ്പൊ ഇത് ഒരു പെശകാണെന്ന് കുറെ പേര് പറയുന്നു. മനസ്സിലായി? ഈ ആശയം, ബിറ്റ്കോയിന്റെ റിസർവ് ആശയം. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ഈ കാര്യം ചെയ്യണത് പല ആൾ കോയിൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത്. ആന്റണി പൊംപ്ലിയാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ഇത് ഉൾപ്പെടുത്തുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ലോബീസ് ഒക്കെ കാരണം കൊണ്ടാണ്.
മീൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ഷന് മുമ്പ് അവർ ഫണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രംപിന് അവര് പറഞ്ഞിട്ടാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കോയിൻസ്, ഈ വക ആൾ കോയിൻസുകളൊക്കെ ട്രംപ് ഇൻവെസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? ചിലപ്പോൾ ട്രംപിന്റെ കൂട്ടുകാരൊക്കെ കൂടി ഒരുമിച്ച് തെരഞ്ഞെടുക്കുന്ന ഒരു കളിയായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവനെ കാശ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഈ പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപും മെലനിയും ട്രംപിന്റെ ഭാര്യയും കൂടി സൊളാനോയില് മീൻ കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1 ലെവല് സക്സസ് ജനറേറ്റ് ചെയ്തു ആ മീൻ കോയിൻ വെച്ചിട്ട്. $10 ബില്യൺ അങ്ങോട്ട് ആയിരുന്നു ഓൾ ടൈം ഹൈ ഒക്കെ. $15 ബില്യൺ ആ റേഞ്ച് ഒക്കെ എത്തി. അതുപോലെ തന്നെ മെലനിയുടെ കാര്യത്തിലും അതിന്റെ മീൻ കോയിനും മീൻസ് ആ പെണ്ണിന്റെ മെയിൻ കോയിനും നല്ല രീതിയിൽ സക്സസ് എത്തി. അവർ കണ്ടമാനം കാശുണ്ടാക്കി അവര് ലിക്വിഡേറ്റ് ചെയ്തു, മാർക്കറ്റിൽ നിന്ന് ലിക്വിഡേറ്റ് ചെയ്ത് പോയി. ബാക്കിയുള്ള കാശൊക്കെ പോയി ട്രംപ് സപ്പോർട്ടേഴ്സിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു അടിസ്ഥാനം ഉണ്ടോ എന്നുള്ള ചോദ്യം ബാക്കിയോട് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ആൾക്കാർ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ 5 പ്രൊജക്റ്റിലും വിരോധമൊന്നുമില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിനായിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഞാൻ കാണുന്നില്ല യൂട്ടിലിറ്റി ആയി. കാരണം ഭാവിയിൽ യൂട്ടിലിറ്റി വരാം, നല്ല നല്ല അപ്ലിക്കേഷൻസ് അതിന്റെ മുകളിൽ ഡെവലപ്പ് ചെയ്ത വരാം. സൊളാനയുടെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സൊളാന ഇപ്പൊ ഇൻഫ്ലേറ്റഡ് ആണ്. അത് ഡിഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സാധനവും ചെറിയൊരു പ്രൊജക്റ്റും ഈ പൗണ്ട് ഓഫ് ഫണ്ടൊക്കെ കാരണം കൊണ്ട് നല്ല രീതിയിൽ അത് ഇൻഫ്ലേറ്റഡ് ആയി സൊളാന. പക്ഷെ ഒരു നല്ല രീതിയിൽ അപ്ലിക്കേഷൻ വന്നിട്ടില്ല. ഇതിന്റെ കാര്യത്തിൽ നല്ല ഗ്യാസ് ഫീസ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ അതിന്റെ മുകളിൽ അപ്ലിക്കേഷൻസും ഉണ്ട്. പക്ഷെ ഈ ഗ്യാസ് ഫീസും ടെക്നിക്കൽ ഹേർഡിൽസും കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻ സ്ട്രീം അഡോപ്ഷൻ. കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കണം അതറിയാം. അതിപ്പോ ഞാൻ കാണുന്നില്ല. സിംപ്ലിസിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ്, കൺവീനിയൻസ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യൂസർ ഫ്രണ്ട്ലിനെസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് ഇത് അതെറിയ ലാക്ക് ചെയ്യുന്നുണ്ട് ഈ കാര്യം. പക്ഷെ അതെറിയാണ് ഇപ്പൊ ആകെയുള്ള ഒരു യൂട്ടിലിറ്റി പ്രൊജക്ട് എന്ന് പറയാം. മീൻസ് XRP ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവർ രണ്ടുപേരാണ് മെയിൻ പ്രൊജക്റ്റുകൾ എന്ന് പറയാം. അദ്ദേഹത്തിന് പക്ഷെ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിനാണെങ്കിൽ പക്ഷെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനാണെങ്കിൽ പക്ഷെ കുറെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അതിൽ പല പല ആക്ടിവിറ്റീസ് അതിൽ നടക്കുന്നുണ്ട്. ഡിഫൈ മാത്രമല്ലാണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതൊരു ഘടകമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി നടക്കുന്നത്. മീൻസ് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഉള്ള പ്രൊജക്ടുകൾ അദ്ദേഹത്തിന് മുകളിലാണ് ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലുണ്ട് ഓൾറെഡി ബേസിക്കലി. പിന്നെ പണിയും ഉണ്ട്. അതിന്റെ ലെയർ 2 സൊല്യൂഷൻസ് ഒക്കെ വന്ന കാരണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. മാർക്കറ്റ് എന്തായാലും കയറും, ആൾസീസൺ എന്തായാലും തുടങ്ങും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ടുകളൊക്കെ സ്ട്രാറ്റജിക് റിസർച്ച് ആയിട്ട് കരുതുമ്പോ പ്രൊജക്ടുകളൊക്കെ പമ്പ് ചെയ്യും. ഇത് പറഞ്ഞപ്പോ തന്നെ വല്ലാത്ത രീതിയിൽ പമ്പായി. മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 5 കോയിൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ, ബിറ്റ്കോയിൻ, XRP, എയ്ഡ, സൊളാനോ, എതേറിയം എന്നിവ കോയിനുകൾ. ആ കോയിനുകൾ അല്ലാണ്ട് ഒരു കോയിൻ ഉണ്ട് ടോപ്പ് കോയിനിൽ, അത് ഇവർ ഉൾപ്പെടുത്തിയില്ല. ആ കോയിന്റെ പേരാണ് BNB. ഈ BNB എന്ന് പറഞ്ഞ ടോക്കൺ മീൻസ് ഈ അനൗൺസ്മെന്റ് വരുന്നതിനെക്കാട്ടും മുമ്പ് CC പറഞ്ഞത് കിട്ടാന്നറിയും. CC ആരാന്നറിയാം? ഇന്ത്യ BNBയുടെ ഫൗണ്ടറാണ്, ബൈനാൻസിന്റെ ഫൗണ്ടർ. മനസ്സിലായോ? അപ്പൊ ഈ CC എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BNB ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞത് സ്ട്രാറ്റജിക് റിസർവ് ആയിട്ട്. പക്ഷെ അങ്ങനെ നല്ല സംഭവിച്ചത് BNB അവർ ഉൾപ്പെടുത്തിയില്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CCയുടെ പാസ്റ്റ് കാര്യങ്ങൾ കാരണം കൊണ്ട്, പാസ്റ്റ് റെക്കോർഡ്സുകൾ കാരണം കൊണ്ട്. CC ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ പ്ലാറ്റ്ഫോം കൊടുത്തിരുന്നു എന്നാ പറയുന്നത്. ബൈനാൻസിന്റെ പ്ലാറ്റ്ഫോം സെൻട്രലൈസ് എക്സ്ചേഞ്ച് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ കാരണം കൊണ്ട് ആൾക്ക് വലിയ ഫൈൻ അടക്കേണ്ടി വന്നു. പിന്നെ വേറെ കേസുകളൊക്കെ വന്ന കാരണം ആൾക്ക് വലിയൊരു ഫൈൻ അടക്കേണ്ടി വന്നു. ആൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു 1 മാസത്തോളം. മനസ്സിലായത്? പിന്നെ അയാൾ US റെഗുലേറ്റേഴ്സ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. അതൊക്കെ കാരണം കൊണ്ട് അയാളെ വേണ്ടെന്ന് വെച്ചു. മനസ്സിലായത്? ചൈനയും CCയും തമ്മിലുള്ള ഒരു ബന്ധം പണ്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ട്രംപ് അയാളെ ഒഴിവാക്കി. മീൻസ് അയാളുടെ കറൻസി BNB ഒഴിവാക്കി സ്ട്രാറ്റജിക് റിസർവിൽ നിന്ന്. CC ഇപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CC പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ടോക്കൺ BNB വേറെ എക്സ്ചേഞ്ചുകളിൽ വേറെ കൺട്രീസിന്റെ സ്ട്രാറ്റജിക് റിസർവുകളിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അത് കാരണം ആൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തില്. ആൾക്കൊരു വിഷമില്ല ട്രംപ് ചെയ്തതിന് ആ കാര്യം. മനസ്സിലായോ? ഡൂഡുമാര് ഒപ്റ്റിമിസ്റ്റിക് ആണ്. പക്ഷെ എന്തായാലും ശരി, സ്ട്രാറ്റജിക് റിസർവ് വരുന്നുണ്ട്. മനസ്സിലായോ? യൂട്ടിലിറ്റി ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞ് യൂട്ടിലിറ്റി ഉണ്ടാവാണ്ടിരിക്കാം, അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ആൾ സീസൺ വരണോ എന്നുള്ള ചോദ്യം. ആൾ സീസൺ വരുന്നുണ്ട്. മനസ്സിലായോ? ഈ സ്ട്രാറ്റജിക് റിസർവ് കൊണ്ട് ചിലപ്പോ ട്രംപ് മാത്രം കാശേറാവുള്ളൂ. ചിലപ്പോ ട്രംപിന്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യണ്ടാവും ഈ സ്ട്രാറ്റജിക് റിസർവ് വെച്ചിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങണ സമയത്തില്ല, സ്ട്രാറ്റജിക് റിസർവ് വാങ്ങണേക്കാട്ടും മുമ്പ് ട്രംപ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടാവും.
ഇത് സ്ട്രാറ്റജിസ് കൊണ്ടുവരുമ്പോൾ ഇൻസൈഡർ ഇൻഫോർമേഷൻ കാരണം അവർക്ക് കാശ് കുറെ ഉണ്ടാക്കാം. മനസ്സിലായി? പിന്നെ എന്റെ ക്രിയേറ്റേഴ്സിനും കാശ് ഉണ്ടാക്കാം, പിന്നെ ഇൻവെസ്റ്റേഴ്സും ചിലപ്പോൾ കാശ് ഉണ്ടാക്കിയെന്ന് വരാം. അറിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവര് കാശ് ഉണ്ടാക്കുക. അവർക്ക് മെച്ചപ്പാട് വേണമല്ലോ. മനസ്സിലായോ? എന്തായാലും ശരി, ആൾ സീസൺ വരുന്നുണ്ട്. ഇതിന്ന് ആൾ സീസൺ തുടങ്ങും. മനസ്സിലായോ? പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാതരം കാറ്റഗറി മീൻസ് ക്രിപ്റ്റോയിലെ കാറ്റഗറികളൊക്കെ വളരാൻ തുടങ്ങും. മീം കോയിൻസിന്റെ കാലം അവസാനിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീം കോയിൻസ് പ്യൂർലി സ്പെക്യുലേറ്റീവ് ആസെറ്റ്സ് ആണ്. അവരുടെ കാലം എന്തായാലും അവസാനിക്കും. മനസ്സിലായോ? ഇത് കൺസോൾട്ടേറ്റ് ചെയ്യും കുറച്ച് ചില പൊട്ടൻഷ്യൽ യൂട്ടിലിറ്റി ടോക്കണിലേക്ക്. മനസ്സിലായോ? അതിന് മുമ്പ് കാശില്ല നല്ല രീതിയിൽ കയറുന്ന അറിയുമ്പോ, ഭയങ്കര സ്പീഡിൽ പമ്പ് ചെയ്യുന്ന അറിയുമ്പോ, ഒരു ലെവലിൽ എത്തുമ്പോ വിൽക്കാൻ പഠിക്കണം. വിറ്റ് കഴിഞ്ഞിട്ട് കാശ് മാറ്റി വെക്കുക. ഡൗൺഫോൾ വലുതായിരിക്കും. മനസ്സിലായോ? ഈ കണ്ട പ്രൊജക്റ്റുകളൊന്നും അത്ര ഇൻട്രിൻസിക് വാല്യൂ ഉള്ള പ്രൊജക്റ്റ് അല്ല, യൂട്ടിലിറ്റി ഉള്ള പ്രൊജക്റ്റുകളൊന്നും അല്ല. ഈ ടോപ്പ് 10ൽ നിൽക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ അല്ലാതെ പൊളിഞ്ഞ് പപ്പടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ബിറ്റ്കോയിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഇല്ലാത്തൊരു പ്രൊജക്റ്റ് ആണ്. യൂട്ടിലിറ്റി നിന്ന് പറയാം, പക്ഷെ പ്രത്യേകിച്ച് യൂട്ടിലിറ്റി എന്നാലും കാണില്ല. മനസ്സിലായോ? അപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ കുറച്ച് 6 മാസം നിങ്ങൾ ശ്രദ്ധിച്ചോ. മാർക്കറ്റ് വളർന്ന് കണ്ടോ, നിങ്ങൾ കാശ് ഉണ്ടാക്കുന്നത് കണ്ടോ, അത്രയധികം കാശായിരിക്കും നിങ്ങൾ ഉണ്ടാക്കാൻ പോകണം ഈ മാർക്കറ്റിൽ. മീൻസ് നിങ്ങൾ നല്ല നല്ല പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കാശൊക്കെ പോവും. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പൈ തന്നെ നോക്കി നോക്കും. പൈ ഇപ്പൊ 11ാമത്തെ സ്ഥാനത്ത്. നിങ്ങൾ വെറുതെ പൈ മിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ 11ാമത്തെ സ്ഥാനത്ത് നിങ്ങൾക്ക് നിൽക്കാം. മീൻസ് അത്രയധികം കാശാണ് 11ാമത്തെ സ്ഥാനം പൈ എത്തുമ്പോ തന്നെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ $1.5 $2 ഒക്കെയാണ് ഇപ്പൊ പൈയുടെ വാല്യൂ പറയുന്നത്. ഇനി കൂടാനും ചാൻസ്, $5 ഒക്കെ വരാൻ ചാൻസ് ബൈനാൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? പിന്നെ ബൈനാൻസ് ഇപ്പോഴും മീൻസ് സ്ട്രാറ്റജിക് റിസർവ് ഇല്ലെങ്കിലും ബൈനാൻസിന് വലിയ സീനൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വലിയ എക്സ്ചേഞ്ച് ആണ്, അതുകൊണ്ട് അത് വീഴില്ലാന്നൊന്നുമില്ല. പക്ഷെ ബൈനാൻസിന് ഒരു ഇതുണ്ട്, ഒരു പ്രത്യേകത ക്വാളിറ്റി ഉണ്ട്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. വലിയ സെൽ ഓഫുകൾ വരാണെങ്കിൽ തന്നെ, മീൻസ് ഇപ്പൊ ട്രംപിന്റെ താരിഫ് വന്നപ്പോ ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസി ഒക്കെ ഇടിഞ്ഞു. അപ്പോഴായാലും ബൈനാൻസ് 9% ഇടിഞ്ഞുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബൈനാൻസിൽ BNB വാങ്ങി വെച്ച ആൾക്കാർക്ക്, ഇൻവെസ്റ്റേഴ്സിന്, അവർക്ക് ഒരു കുറച്ച് പേർക്സുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടഡ് ആയിട്ട് ട്രേഡുകൾ വെക്കാം. മനസ്സിലായി? കാരണം വലിയത് BNB വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ രീതിയിൽ BNB വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്കൗണ്ട്സ് ഉണ്ട്, അഡീഷണൽ പെർക്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാശ് അധികം പോവില്ല. ബൈനാൻസിലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ BNB വാങ്ങി വെക്കുന്ന കാരണമില്ല. ഇപ്പൊ ട്രേഡ് നടത്തണമെങ്കിൽ നിങ്ങൾ BNB വാങ്ങും. അത് വാങ്ങി വെക്കുന്ന കാരണം BNBക്ക് വലിയ പ്രശ്നങ്ങൾ കാണില്ല, മീൻസ് ലോസ് കാണില്ല. അതും ഇൻവെസ്റ്റേഴ്സിനും മെച്ചാണ്, BNBക്ക് മെച്ചാണ്, ബൈനാൻസിനും മെച്ചാണ്. മനസ്സിലായോ? അതുകൊണ്ട് ബൈനാൻസ് അത്ര പെട്ടെന്ന് പൊളിയാൻ ചാൻസ് ഇല്ല. കാരണം ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് കാരണം. പക്ഷെ പൊളിയാനൊക്കെ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സെൻട്രലൈസ് എക്സ്ചേഞ്ചുകളൊക്കെ കയറി വരാണെങ്കിൽ, മീൻസ് ആൾക്കാർ അത് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, അതിനെ വല്ല പുതിയ ക്വാളിറ്റീസോ ആരറിയാത്ത ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അത് മാർക്കറ്റിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടേക്ക് പോവാം. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് BNB വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോയിനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് ഫീസ് ഒക്കെ കുറയ്ക്കും. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അത് എല്ലാ ടൈമും അങ്ങനെയാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഭാവി ചിലപ്പോൾ മാറാം. മനസ്സിലായി? വല്ല പുതിയ എക്സ്ചേഞ്ച് ഡെക്സസ് വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ പ്യൂർലി പിയർ ടു പിയർ ലോകത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യം വരില്ല. ഹൈബ്രിഡിലാണ് നിൽക്കുന്നത്. ഡെക്സും സെക്സും ഉണ്ട്. ഭാവിയില് ചിലപ്പോ അത് ഉണ്ടാവില്ല. ചിലപ്പോ ഡെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കറിയില്ല. മനസ്സിലായോ? ചിലപ്പോ ഈ ബിഗ് ഡെക്സുകളൊന്നും ഉണ്ടാവില്ല ഭാവിയിൽ. നമ്മുടെ തോന്നലുകളാണ്. ഓർക്കിഡ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഓർക്കിഡ് ഇല്ല. അതിനു മുമ്പ് 70കളിലൊക്കെ പല കമ്പനികളും ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നില്ല. മനസ്സിലായി? എല്ലാവരും പോയി. ഇപ്പൊ എടുത്ത് ഗൂഗിൾ ഒരു വാർത്ത കൊണ്ടുവന്നുണ്ടായി. വെച്ചിട്ടുണ്ടെങ്കിൽ AGIക്ക് വേണ്ടിയിട്ട് 10 മണിക്കൂർ പഠിപ്പിക്കുന്ന 60 മണിക്കൂർ അയച്ചത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. പണ്ടൊരു കഥയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാസ്റ്റർ കുതിരപ്പുറത്ത് ഇരിക്കുകയാണ്. കുതിരപ്പുറത്ത് അല്ലെങ്കിൽ കഴുതയുടെ മുകളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ മുന്നിൽ ക്യാരറ്റ് വെക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഴുതിയ അല്ലെങ്കിൽ ആ കുതിര ഓടും ക്യാരറ്റിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ക്യാരറ്റ് ഒരിക്കലും കിട്ടില്ല ആ കുതിരക്ക്. മനസ്സിലായോ? AGI ആണ് ആ ക്യാരറ്റ്. ഒരു കഥയാണ് ബേസിക്കലി. ഈ കുതിര ഓടിക്കോളും അതിനു വേണ്ടി. മനസ്സിലായോ? ഇതൊക്കെ ഒരു ഉടായ്പാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഉടായ്പ്. നിങ്ങൾ ഉടായ്പിൽ വിടാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഏതാണ് ആ ഉടായ്പ്. പിന്നെ നിങ്ങൾ ലിബറേറ്റഡ് ആവും. മനസ്സിലായോ? എന്തായാലും നമ്മൾ കാശുണ്ടാക്കാനാണ് പോകുന്നത് ആൾ സീസൺ എത്തിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ അറിയാണ്. എന്താ വെച്ചാൽ ന്യൂ വേൾഡ് എന്ന് പറയും. അതാണ് Web3യുടെ ലോകം. Web3യുടെ ലോകത്ത് ഈ Web2 ഒന്നും ഉണ്ടാവില്ല. അവരെ AGI സ്വപ്നങ്ങളൊക്കെ അവർക്ക് വെള്ളത്തിട്ടാ. മനസ്സിലായോ? വെള്ളത്തിൽ അവരുടെ വിശ്വാസമാണ്. അടിസ്ഥാനപരമായ വിശ്വാസം. അവർ ഉണ്ടാക്കിയൊരു വിശ്വാസമാണ്.
അവര് തന്നെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തു, അവർക്ക് മനസ്സിലാക്കിയ വിശ്വാസം അവർ ക്രിയേറ്റ് ചെയ്തു, ജനറേറ്റ് ചെയ്തു. അത്രയുള്ളൂ. എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാശാണ്. കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് നമ്മൾ അത് ഉണ്ടാക്കും. മനസ്സിലായി? പിന്നെ കണ്ടമാനം അപ്ലിക്കേഷൻസ് കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത കാശ് വലിയ രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ റിട്ടയർ ചെയ്യാം. അതാണ് നമ്മുടെ ഫോക്കസ്. മനസ്സിലായി? ഫോക്കസ് ഓൺ ദ ഗോൾ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ട്രംപിന്റെ കമ്പനികൾ നോക്കാം. പിന്നെ ട്രംപ് സ്ട്രാറ്റജിക് റിസർവ് കൊണ്ടുവരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് ആൾ സീസൺ കിക്ക് ഓഫ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലേഷൻസും റൂൾസും ഒക്കെ ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സേഫ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്. ആൾക്കാർക്ക് പേടിയാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലേഷൻസ് റൂൾസിലേക്ക് ട്രംപ് കൈയൊഴിയുമെന്നൊക്കെ. ആ റെഗുലേഷൻസ് റൂൾസിന്റെ എടുത്തെത്തി പക്ഷെ ക്ലിയർ ആയിട്ടില്ല. കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കുറച്ചും കൂടി റെഗുലേഷൻസും റൂൾസും ഒക്കെ ക്ലിയർ ആയി വരും. മനസ്സിലായി? ക്ലിയർ ആയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാം ക്രിപ്റ്റോ മാർക്കറ്റ് മുകളിലേക്ക് പോകാന്ന്. അത് ഭയങ്കര റിസ്കി പീരീഡ് ആണ്. പക്ഷെ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് ഫ്രീ പീരീഡ് ആണ്. നമ്മൾ കാശ് കണ്ടമാനം കൊയ്യും. പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു ഘട്ടം നമ്മൾ കടന്ന് പോകണം. അതിന് നമ്മൾ പേഷ്യന്റ് ആയിട്ടിരിക്കുക. നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കുറച്ച് കാലഘട്ടമുള്ളൂ, ഒരു ചെറിയ പീരീഡ് ഉള്ളൂ. ആ പീരീഡിൽ കണ്ടമാനം കാശ് ഉണ്ടാക്കുക, നമ്മൾ റിട്ടയർ ചെയ്യുക, മിണ്ടാണ്ടിരിക്കുക, നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. മനസ്സിലായി? നമ്മുടെ പ്രൊജക്റ്റ് പണിയുക. ഇത്രേ ഉള്ളൂ കാര്യം. എനിവേ അതാണ് ഈ വീഡിയോ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കാം, കമന്റ് ചെയ്യാം.